മലയാള സിനിമയുടെ തന്നെ അഭിമാനമായി മാറിയ രണ്ട് താരങ്ങൾ. കൊണ്ടും കൊടുത്തും അവർ മെനഞ്ഞെടുത്ത മലയാള സിനിമ ഇൻഡസ്ട്രി. 2020 ഇറങ്ങി 18 വർഷങ്ങൾക്ക് ശേഷം പേട്രിയറ്റിലൂടെ മലയാളത്തിന്റെ ബിഗ് ഗംസ് വീണ്ടും ഒന്നിക്കുമ്പോൾ അവരൊന്നിച്ച മുൻ വർക്കുകൾ ഓർമ്മിക്കുന്നതിനൊപ്പം തന്നെ മനസ്സിൽ കടന്നു വരുന്ന മറ്റ് രണ്ട് സിനിമാ പേരുകളുണ്ട്: ദൃശ്യവും രാജാവിൻ്റെ മകനും. 40 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1986 മോഹൻലാലിന് താരപരിവേഷം കൊടുത്ത രാജാവിൻ്റെ മകൻ ഇറങ്ങിയത്. മമ്മൂട്ടി നിരസിച്ചതിൻ്റെ പേരിൽ മോഹൻലാലിന് കിട്ടിയ വിൻസെന്റ് ഗോമസ് എന്ന എവർഗ്രീൻ ഹീറോ. ആദ്യ ചിത്രമായ ഈറൻ സന്ധ്യയിൽ നായകനായ മമ്മൂട്ടിയുമായി തിരക്കഥാകൃത്തായ ഡെന്നിസ് ജോസഫ് നല്ല അടുപ്പത്തിൽ തന്നെയായിരുന്നു. നിറക്കൂട്ട്, സായം സന്ധ്യ, ശ്യാമ, ന്യായവിധി, പ്രണാമം പോലുള്ള മമ്മൂട്ടി ചിത്രങ്ങളുടെ രചയിതാവെന്ന നിലയിലും ഡെന്നിസും മമ്മൂട്ടിയും നല്ല സുഹൃത്തുക്കളുമായിരുന്നു. ആ സൗഹൃദത്തിന്റെ തുടർച്ച എന്ന വണ്ണം മമ്മൂട്ടിയെ മനസ്സിൽ കണ്ട് ഡെന്നിസ് എഴുതിയ വിൻസെന്റ് ഗോമസ് എന്ന നായകനെ പക്ഷേ മമ്മൂട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഡെന്നിസിനായിരുന്നില്ല. തമ്പി കണ്ണന്താനവുമായി ചേർന്നാണ് രാജാവിൻ്റെ മകൻ ചെയ്യാൻ ഡെന്നിസ് തീരുമാനിച്ചിരുന്നത് എന്നതായിരുന്നു അതിന് കാരണം. തമ്പിയോടൊപ്പം മുൻപ് മമ്മൂട്ടി ചെയ്തിരുന്ന ആ നേരം അല്പദൂരം എന്ന ചിത്രം പരാജയമായിരുന്നു എന്നതാണ് തമ്പിയോടൊപ്പം ഇനിയൊരു വർക്കിന് ഞാനില്ല എന്ന കടുത്ത തീരുമാനത്തിൽ മമ്മൂട്ടി എത്താൻ കാരണം. ഇത് ഡെന്നിസിനെ വല്ലാതെ നിരാശയിലാക്കി. ആ സമയം തോളൊപ്പമല്ലെങ്കിലും ഇൻഡസ്ട്രിയിൽ രണ്ടാമനായിരുന്ന മോഹൻലാലിനെ തിരക്കഥയുമായി ചെന്ന് കാണാൻ ഇരുവരും നിർബന്ധിതരായി. ഡെന്നിസ് ജോസഫിനെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം. കഥ കേൾക്കേണ്ടതില്ലല്ലോ, നിങ്ങൾക്കറിയാവുന്നതല്ലേ, നമുക്കത് ചെയ്യാമെന്ന്. വെറും 5-6 ദിവസങ്ങൾ കൊണ്ട് ഡെന്നിസ് സ്ക്രിപ്റ്റ് പൂർത്തിയാക്കുന്നു. വിൻസെന്റ് ഗോമസ് എന്ന നായക വില്ലനായി മോഹൻലാൽ വന്നപ്പോൾ നായികയായി തമ്പി കണ്ടെത്തിയിരുന്നത് അന്ന് തെന്നിന്ത്യൻ സിനിമയിൽ തന്നെ മോഹൻലാലിനേക്കാൾ വലിയ താരമായി നിന്നിരുന്ന അംബികയാണ്. കമൽഹാസൻ, രജനീകാന്ത് പോലുള്ള സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി മലയാളം, കന്നഡ, തെലുങ്ക് സിനിമകളിലൊക്കെ തിളങ്ങി നിന്നിരുന്ന കാലമാണ്. 1.25 ലക്ഷം രൂപ പ്രതിഫലം തന്നാലേ അഭിനയിക്കൂ എന്ന നിബന്ധനയോടെ അംബിക അന്ന് കരാർ ഒപ്പുവയ്ക്കുന്നു. തൻ്റെ കാർ വിറ്റും പല വസ്തുക്കൾ പണയം വെച്ചും കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ട് തമ്പി സിനിമ നിർമ്മിക്കാൻ ഇറങ്ങുന്നു. ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടോ എന്തോ ഷൂട്ടിംഗ് തുടങ്ങിയതും തനിക്ക് 1 ലക്ഷം രൂപ മതി പ്രതിഫലമായി എന്ന് അംബിക അറിയിക്കുന്നു. സാമ്പത്തിക പ്രയാസം നേരിട്ടിരുന്ന സമയത്ത് തമ്പിക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു. മോഹൻലാലിനും 1 ലക്ഷം രൂപ തന്നെ പ്രതിഫലം നൽകി. 32 ദിവസം കൊണ്ട് ചിത്രീകരണം പൂർത്തിയായി. അതേസമയം ഒരു മമ്മൂട്ടി ചിത്രത്തിന് കൂടി ഡെന്നിസ് ജോസഫ് കഥ എഴുതുന്നുണ്ടായിരുന്നു. മമ്മൂട്ടി, KG ജോർജ്, ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ടിലെത്തിയ 1000 കണ്ണുകൾ. രാജാവിൻ്റെ മകനോട് താരതമ്യം ചെയ്യുമ്പോൾ വലിയ മുതൽ മുടക്കിലും സമയമെടുത്തും ചെയ്ത സിനിമയായിരുന്നു 1000 കണ്ണുകൾ. ഒരുപാട് പ്രതീക്ഷകളോടെ മമ്മൂട്ടി ഏറ്റെടുത്ത സിനിമ. രാജാവിൻ്റെ മകനൊപ്പം ആ സമയം മത്സരത്തിന് ഇറങ്ങിയത് ആ ചിത്രമായിരുന്നു. ആദ്യ ഷോ കഴിഞ്ഞതും രാജാവിൻ്റെ മകൻ മികച്ച പ്രതികരണം നേടാൻ തുടങ്ങി. ഒരു ചിത്രം പരാജയപ്പെട്ടു നിന്ന തമ്പിക്ക് ചലച്ചിത്ര ലോകത്തേക്ക് ഒരു മടങ്ങി വരവ് കൂടിയായിരുന്നു ആ സിനിമ. മൊത്തം 40 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം അക്കാലത്തെ ചെറിയ ടിക്കറ്റ് നിരക്ക് വെച്ചിട്ട് പോലും ബോക്സ് ഓഫീസിൽ 80 മുതൽ 85 ലക്ഷം രൂപ വരെ കളക്ഷൻ നേടിയെന്നാണ് അറിയുന്നത്. പിന്നീട് ആ ചിത്രം മറ്റനവധി ഭാഷകളിലും റീമേക്ക് ചെയ്യുകയുണ്ടായി. എന്നാൽ ഒപ്പം കളിച്ച 1000 കണ്ണുകൾ മമ്മൂട്ടി ആരാധകരെ നിരാശപ്പെടുത്തുകയായിരുന്നു. രാജാവിൻ്റെ മകനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം മമ്മൂട്ടി നിരസിച്ച സംഭവത്തെക്കുറിച്ചും ഒപ്പം പരാജയമായ മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ചും പ്രേക്ഷകർ ഓർമ്മിക്കാറുണ്ട്. ജീത്തു ജോസഫ് മോഹൻലാൽ ഹിറ്റ് ദൃശ്യം സീരീസിലെ 3ാം ഭാഗം വരുമ്പോഴും സമാന അനുഭവമാണ് ഓർമ്മയിൽ വരുന്നത്. മമ്മൂട്ടി വേണ്ടെന്ന് വെക്കുന്നു, മോഹൻലാലിന് ഹിറ്റടിക്കുന്നു. ദൃശ്യം ആദ്യ ഭാഗത്തിന്റെ കഥയുമായി ജീത്തു ജോസഫ് ആദ്യം ചെന്നെത്തുന്നത് മമ്മൂട്ടിയുടെ മുന്നിലായിരുന്നു. എന്നാൽ സമാനമായ വേഷങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ള കാരണം പറഞ്ഞും അടുത്തൊന്നും ഡേറ്റ് ഇല്ല എന്നതൊക്കെ കൊണ്ടും അദ്ദേഹം ആ വർക്കിൽ നിന്നും പിന്മാറുന്നു. പിന്നീട് ദൃശ്യം എന്നത് മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഹിറ്റ് ഫ്രാഞ്ചൈസിയായി മാറിയത് ചരിത്രം.